ഹലോ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഡെയിലി സുജിത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ലൈവിൽ പോയായിരുന്നു. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് സ്ട്രീമിംഗ് ആവുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകളും കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും കാശ് മതി, കാശിൻ്റെ പുറകിലാണ് എല്ലാവരും ഓടുന്നത്. കാശ് വേണം, ജീവിക്കണമെങ്കിൽ കാശ് വേണം. പക്ഷേ അതിനുപരി മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആദ്യത്തെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ പ്രസവിച്ച് കഴിഞ്ഞ് 4-5 വയസ്സ് വരെ നമുക്ക് നടക്കണം. അപ്പം ആരെങ്കിലും സപ്പോർട്ട് നമ്മൾ നടന്ന് പഠിച്ചു. പിന്നെ ഒരു 5 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. അപ്പം പിന്നെ അങ്ങോട്ട് സ്കൂളിൽ വിദ്യാഭ്യാസം കാര്യങ്ങളും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളും, പിന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമുക്കൊരു ജോലി വേണം. അപ്പം ജീവിത സാഹചര്യങ്ങളാണ് ജോലി, കാശ് വേണം ജീവിക്കണമെങ്കിൽ. ഇപ്പോൾ ഞാൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്. എൻ്റെ കൂടെ 8 പേരുണ്ട്. എനിക്ക് 5 ചേച്ചിമാരും 2 ചേട്ടന്മാരും, ഞാൻ 8ാമത്തെയാണ്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, നമ്മൾ ഈ ഓരോന്ന് അനുഭവിക്കുന്നത് നമ്മുടെ കർമ്മഫലമാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മ പറയുന്നത് കേൾക്കാം, പൂർവ്വികർ ചെയ്ത പാവങ്ങളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല അമ്മ പറയുന്നത്. അമ്മ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 11 വർഷമാകാൻ പോകുന്നു. അപ്പോൾ അമ്മ എപ്പോഴും പറയും, നീ എന്ത് ചെയ്യുന്നു അതിൻ്റെ കർമ്മഫലം നിനക്ക് കിട്ടും എന്നാണ് എൻ്റെ അമ്മ എപ്പോഴും എന്നെ പഠിപ്പിക്കാറുള്ളത്. നമ്മൾ ജനിക്കുമ്പോഴൊന്നും കൊണ്ടുവരുന്നില്ല, നമ്മൾ മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നു. എന്നാൽ ചോദിക്കും എന്തിനാ കാശെന്ന്. അപ്പം ഇതിനിടയ്ക്കുള്ള ഈ ജീവിതത്തിനിടയിൽ നമ്മൾ ഓടുന്ന നെട്ടോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 60 വയസ്സ് മാക്സിമം ആണ്. എൻ്റെ അമ്മ 77 വയസ്സിലാണ് മരിക്കുന്നത്. അമ്മയുടെ അമ്മ 94 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തിലേക്ക് ആഹാര ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെ ഈ പറഞ്ഞ് ബോറപ്പിക്കാനല്ല ഞാൻ ഈ വീഡിയോയിൽ വന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആർക്ക് എന്ത് ഉപകാരം ചെയ്യുന്നു, എന്ത് കർമ്മം ചെയ്യുന്നു, അതിലാണ് നമ്മളുടെ ജീവിതം ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചോദിക്കും, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നില്ലേ? ദുഷ്ടന്മാരെ പന പോലെ